നമസ്കാരം സാറേ, എൻ്റെ പേര് പ്രകാശ് അരസു. ഞാൻ നമ്മുടെ പ്ലാനിനനുസരിച്ച് സാർ അയച്ചെന്ന പ്ലാനിനനുസരിച്ച് ഞാൻ ഡിസൈൻ ചെയ്തത് വളരെ സ്പീഡിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഫുള്ള് 2 കിച്ചണും എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. ഇവിടുത്തെ വോളിന് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണ്ട. ഈ സൈഡിൽ ഇങ്ങനെ വരും 150 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ഇതിപ്പം വർക്ക് ഏരിയയും അതേപോലെ തന്നെ മെയിൻ കിച്ചണും റെഫ്രിജറേറ്റർ ഇവിടെ വെച്ചു. ഫസ്റ്റ് നമ്മൾ ഈ യൂണിറ്റ് ഒരു സിംഗിൾ ഡോർ യൂണിറ്റ് ആണ്, സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരു സ്റ്റോറേജ് സ്പേസ് ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ നടുക്ക് ഇങ്ങനൊരു സ്റ്റോറേജ് സ്പേസ്. അത് കഴിഞ്ഞാൽ സിങ്കിൻ്റെ യൂണിറ്റ് തന്നെ 120 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നമ്മൾ 1000 യൂണിറ്റ് ആണ്. ഇത് തന്നെ നമുക്ക് 120 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതുണ്ട്. അതിനകത്ത് തന്നെ വേസ്റ്റ് ബിന്നും ഡിറ്റർജൻറ്റും വരുന്ന മോഡലുണ്ട്. വേസ്റ്റ് ബിന്ന് തന്നെ 2 ടൈപ്പ് വരുന്ന രീതികളുണ്ട്, ഡ്രോയറായിട്ടും ബിന്നായിട്ടും വരുന്നത്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് അല്ല, ഇതൊരു സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് കാരണം ഇതിനകത്ത് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ മോഡ്യൂൾസ് ആയിട്ടാണ് ചെയ്തു വരുന്നത്. ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾസ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതുണ്ട്. ഇതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂൾസാണ് ഓരോന്നും. ഈ ഒരു കൺസെപ്റ്റ് കസ്റ്റമറിന് മനസ്സിലാക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ അവിടുത്തെ സൈറ്റിലെ അവൈലബിൾ സ്പേസ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുക ഡീലറിന് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റും ഇതിനകത്ത് അപ്ഡേറ്റ് ആവത്തില്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ പ്രൈമറി ഇതിനകത്ത് ഈ സോഫ്റ്റ്വെയറിൽ കസ്റ്റമറിന് ബഡ്ജറ്റ് കൊടുക്കാനും ഈ മോഡ്യൂൾസുകൾ ഡിസൈഡ് ചെയ്യാനും ഒക്കെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് വൺസ് നമ്മൾ സെയിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സ്കെച്ചപ്പിൽ ഇതിൻ്റെ ഡ്രോയിങ് എടുക്കും. അപ്പോൾ അതിനകത്ത് പ്ലംബിംഗ് പോയിന്റ്, ഇലക്ട്രിക്കൽ പോയിന്റ് ഇതെല്ലാം അവർക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയും അതേപോലെ തന്നെ ഗ്രാനൈറ്റിന് എത്ര ഗ്രാനൈറ്റ് വേണം, ഇങ്ങനെ കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണും. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു മിനിറ്റ്, ക്യാബിനറ്റ്സിന് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ 8ാമത്തെ ക്യാബിനറ്റ് സിങ്കിൻ്റെ യൂണിറ്റ്. പിന്നെ വരുന്നത് ഇത് ഡബിൾ ഡോർ കോർണർ ഉണ്ട്. ഇത് 2 ഡോറും ഒന്നിച്ച് തുറക്കും. അപ്പം നടുക്ക് ഫുള്ള് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടും. ഒരു ചെറിയ ഫോട്ടോ ഞാൻ അതിൻ്റെ കാണിക്കാം. എല്ലാ ടൈപ്പ് ഓഫ് കോർണർ യൂണിറ്റ്സും ഞങ്ങൾക്കുണ്ട്. ഇതിനകത്ത് തന്നെ ബ്ലൈൻഡ് കോർണർ, മാജിക് കോർണർ, എസ് പ്രൊഫൈല്, ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് കോർണർ യൂണിറ്റ് ഉണ്ട്. ഇത് അങ്ങനെ പ്രൊഫൈൽസ് ഒന്നും യൂസ് ചെയ്യാതെ ബേസ് ആയിട്ട് വരുന്ന നടുക്ക് ഒരു ഷെൽഫ്, 4 ഹിഞ്ചസ് ഒരു ഡോറിൽ കാണും, 2 ഹിഞ്ചസ് വേറെ, അതായത് 2 ഡോർ ഒന്നിച്ച് തുറക്കും. നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് വലിപ്പമുള്ള പാത്രങ്ങൾ ഇതിനകത്ത് വെക്കാം. ഇപ്പം വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രം എടുക്കുന്ന വലിയ തവി പോലത്തെ പാത്രങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ 14ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 2D പുള്ളോട്ടാണ്. എണ്ണയും അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള 2D പുള്ളോട്ട്. പിന്നെ 15ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹോബിൻ്റെ യൂണിറ്റ് ആണ്. ഇതിൻ്റെ മേളിൽ 2 ഡ്രോയറായിട്ട്, ഇത് തന്നെ സിംഗിൾ ഡ്രോയറായിട്ട് താഴെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഏരിയ, അതേപോലെ തന്നെ മേളിൽ 2 ഡ്രോയർ എന്നുള്ള കൺസെപ്റ്റാണ്. ഇത് തന്നെ നമുക്ക് ഈ കൺസെപ്റ്റ് അതിനകത്തിരുന്ന് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ വലിപ്പത്തിൽ തന്നെ കണ്ട, ഇത് മേളിൽ ഒരൊറ്റ ഡ്രോയർ സാറിന് കാണാമല്ലോ. ഒരു മിനിറ്റ്, ഇതുണ്ട്. ഇത് മേളിൽ ഒരു ഡ്രോയർ, താഴെ ഡോർ. അതേപോലെ തന്നെ 3 ഡ്രോയറുള്ള മോഡല്. ഇതാണ് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതുണ്ട്, മേളിലും ഡ്രോയർ, താഴെയും ഡ്രോയർ.
ഫോർ എക്സാമ്പിൾ ഇതിലോട്ട് ഇപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്, ഇതിങ്ങനെ മേളിലും ഡ്രോയർ, ഇതും പൊതുവെ വാങ്ങിക്കാറുണ്ട്. ഇത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയർ ആയിരിക്കും. ഡ്രോയർ യൂണിറ്റ്സ് എപ്പോഴുമേ നോർമൽ കോസ്റ്റ്ലിയർ ആയിരിക്കും. ഞങ്ങൾക്ക് 3 ടൈപ്പ് ഓഫ് ഡ്രോയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 കൺസെപ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചേക്കാം. അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വയർ ബാസ്ക്കറ്റ്സ് സാർ ഓൾറെഡി കണ്ടു കാണും. നമുക്കും വയർ ബാസ്ക്കറ്റ് എന്നുള്ള കൺസെപ്റ്റിലുള്ളതുകൊണ്ട്, അതല്ലാതെ ഇൻബിൽട്ട് എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും, പാർട്ടീഷൻ കാണും, നമുക്ക് എങ്ങനെ വേണേലും ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യാവിറ്റി, ഇതിനകത്ത് പഞ്ചിങ് കാണും. പഞ്ചിങ്ങിൽ നമുക്ക് നൈലോൺ ഗ്രിഡ് ഉണ്ട്. ആ നൈലോൺ ഗ്രിഡ് വെച്ച് നമുക്ക് ഇതിൻ്റെ പാർട്ടീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇത് ഒരു ടൈപ്പ്. ഇതിൻ്റെ അല്ലാതെ ഇതിൻ്റെ സ്ലൈഡേഴ്സ് കണ്ടോ, സ്ലൈഡേഴ്സ് സൈഡിലാണ് വരുന്നത്. ഇതല്ലാതെ ടാൻഡം ബോക്സ് എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. സോറി, ഇങ്ങനത്തെ ടാൻഡം ബോക്സ് അകത്ത് പ്ലെയിൻ ആയിരിക്കും. അതിനകത്ത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഇതിൻ്റെ സ്ലൈഡേഴ്സ് താഴെയാണ് വരുന്നത്. ഞാൻ പൊതുവേ വലിപ്പം കൂടുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കുറച്ചും കൂടെ ഫ്യൂച്ചറിൽ ഇഷ്യൂസസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴുമേ ഒരു ടാൻഡം ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് അക്സസറീസ് ഒന്നും കാണത്തില്ല. കമ്പനിയിൽ നിന്നും അക്സസറീസ് അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഡീലർ പോയിന്റിൽ ഇരുന്നും അക്സസറീസ് ഡിഫോൾട്ടായിട്ട് വെച്ച് കൊടുക്കും. അതായത് സാറിന് പറയാൻ പോകുന്ന വരുന്ന എല്ലാ ഡ്രോയറുകളും ടാൻഡം ബോക്സ് ആയിരിക്കും. ആ ടാൻഡം ബോക്സിനകത്ത് ഇപ്പം മേളിലാണ് ഓർഗനൈസർ. ഇതിനകത്ത് ഓർഗനൈസർ നമ്മൾ തന്നെ PVC കട്ട്ലറി ഓർഗനൈസർ വെക്കും. അതേപോലെ തന്നെ താഴെ പ്ലേറ്റ് ഹോൾഡേഴ്സ് ഈ പറഞ്ഞ PVCയുടെ വെച്ച് കൊടുക്കും. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹോൾഡേഴ്സ് വെച്ച് കൊടുക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് കപ്പ് ആൻഡ് സോസറിൻ്റെ ഇത് വെച്ച് കൊടുക്കും. ഇതെല്ലാം ടാൻഡം ബോക്സാണ്. 17 ടാൻഡം ബോക്സാണ്. അപ്പം ഈ 10ാമത്തെ യൂണിറ്റ് ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് ആണെങ്കിൽ 16ാമത്തെ യൂണിറ്റ് നോർമൽ കോർണർ യൂണിറ്റ്. ഈ 15 എന്ന് പറയുന്ന യൂണിറ്റ് താഴെയും ഡ്രോയർ മേളിലും ഡ്രോയർ അങ്ങനെ വേണമെന്നുണ്ട് അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ അത് മാറ്റി മേളിൽ മാത്രം ഡ്രോയറും താഴെ ഡോറും എന്നുള്ള രീതിയിലോട്ട് അങ്ങനെ വേണമെങ്കിലും വെക്കാം. അത് കഴിഞ്ഞാൽ വോളിയൂൺസ് ഈ 15 സെന്റിമീറ്റർ 150 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇത് വിസിബിലിറ്റിക്ക് വേണ്ടിയാണെന്നുള്ള കൺസെപ്റ്റിൽ ഞാൻ വേറെ വോളിയൂൺസ് ഒന്നും ഇവിടെ കൊണ്ടുവന്നില്ല. അതേപോലെ തന്നെ നമുക്ക് GTPT യൂണിറ്റ് എന്ന് പറയും. GTPT എന്ന് കഴുകിയിട്ട് പാത്രങ്ങൾ വെക്കാൻ വേണ്ടി ഉള്ള യൂണിറ്റ്. അത് മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഫൈൽസിൽ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ തന്നെ കമ്പനി കസ്റ്റമൈസ് ചെയ്തുള്ള GTPT യൂണിറ്റ് ഉണ്ട്. അപ്പം അത് ഇങ്ങനെ അകത്ത് പ്ലേറ്റ് ഹോൾഡറും കാണും, അതേപോലെ തന്നെ ഗ്ലാസ് ഹോൾഡറും കാണും. ഇതിന് വേറെ ഒരു തട്ടും കൂടെ വേണമെന്ന് പറയുവാണെങ്കിൽ അതും കൂടെ അവർ വെച്ച് തരും. അങ്ങനെ നമുക്ക് പ്ലേറ്റ് ഹോൾഡറും ഗ്ലാസ് ഹോൾഡറും കൊണ്ടുവരാൻ പറ്റും. 18 ഒരു സ്റ്റോറേജ്, 18 ഇതുണ്ട്. ഇത് പല ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. ഫ്ലാറ്റ് ഡോർ യൂണിറ്റ്സ് എല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന നോർമൽ യൂണിറ്റ്. ഫ്ലാറ്റ് ഡോർ യൂണിറ്റ് കുറച്ചുകൂടി പ്രൈസിങ് കൂടും. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനത് ചെയ്യാത്തത്. ഇതിൻ്റെ ഡോറ് നമുക്ക് ഈ സൈഡിൽ ഇരുന്ന് തുറക്കാവുന്ന രീതിയിൽ, അതേപോലെ തന്നെ 19 സ്റ്റോറേജ്. അപ്പം ഇതാണ് ഫസ്റ്റ് കിച്ചണിനകത്ത് വരുന്ന യൂണിറ്റ്സ്. സെക്കൻഡ് കിച്ചണിനകത്ത് ഗാലി എന്നും പറഞ്ഞൊരു സീരീസ്. അതായത് അതിനകത്ത് കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ടുള്ള സാധനമാണ്. ഈ ഒന്നെന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് യൂണിറ്റ്. ഞാൻ സാറിന് കാണാമല്ലോ. ഒന്നെന്ന് പറയുന്നത് സ്റ്റോറേജ് യൂണിറ്റ് ഇവിടത്തെ പോലെ തന്നെ. പക്ഷേ ഈ യൂണിറ്റുകളിനകത്ത് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഗാലി എന്നും പറഞ്ഞൊരു സീരീസ് ആണ് ഇട്ടിരിക്കുന്നത്. ഗാലി സീരീസ് 100% GI ആയിരിക്കും. ഇതിനും 3 years വാറണ്ടി ഉണ്ട്. ഇതും 15 year വാറണ്ടി. ഒന്നും റസ്റ്റാകത്തില്ല. ഇതേ സെയിം മെറ്റീരിയൽ തന്നെ ഇതും. പിന്നെ 3 എന്ന് പറയുന്നത്, ഞാൻ മെറ്റീരിയലിനെ പറ്റി ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 3 എന്ന് പറയുന്നതും സിങ്കിൻ്റെ യൂണിറ്റ്. ഇത് നോർമൽ കോർണർ യൂണിറ്റ്. നമ്മളെ ഈ 16ാമത്തെ യൂണിറ്റ് പോലെ തന്നെ ഇത് കോർണർ യൂണിറ്റ്. ഒരു മിനിറ്റ് സാറേ. 6ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കോർണർ യൂണിറ്റ്. ഇതിനകത്ത് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. ഒരു മിനിറ്റ്, ഞാനതിൻ്റെ വർക്ക്ടോപ്പ് ഇതുണ്ട് 6. ഇതിനകത്ത് ഒരു നടുക്ക് ഇങ്ങനെ ഒരു ഷെൽഫ്. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ 9ാമത്തെ യൂണിറ്റ് 3 ഡോർ യൂണിറ്റ് ആണ്. ഞാൻ അത് വെക്കണമെങ്കിൽ 135 സെന്റിമീറ്റർ വേണം.
ശരിക്കും ഇത് കണ്ടോ, ചെറിയതായിട്ട് കയറിയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഡോറിന് എന്നാ കന, 24 സെന്റിമീറ്റർ ആണ് ഞാൻ കന വിട്ടത്. പിന്നെ അത് ഞാൻ 20 ആക്കി. ഇപ്പൊ പാർട്ടീഷൻ വോൾ ആയതുകൊണ്ട് എത്ര കനത്തിലാണ് അത് എടുക്കുന്നതെന്നുള്ളത്, ഇപ്പോൾ ഒരു ഇഷ്ടികയുടെ കനം എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് കെട്ടാണെങ്കിൽ നമുക്ക് ഈ 1350 ഒറ്റ യൂണിറ്റ് ആയിട്ട് വരാൻ പറ്റും. അതായത് പല ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ആണ് ഇത്. 3 ഡ്രോയർ ഇതുണ്ട്, 3 ഡോറുള്ള ഒറ്റയുണ്ട് 135 സെന്റിമീറ്റർ. ഇതിന്റെ തന്നെ 150 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ കൊള്ളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 യൂണിറ്റ് ആയിട്ട് മാറും. 2 യൂണിറ്റ് ആയിട്ട് മാറും. ഞാൻ വേണമെങ്കിൽ അത് കാണിക്കാം. വിൻഡോസ്, സോറി, ബേസ് യൂണിറ്റ്സ് 1000 ഇതുപോലെ ക്യൂബായിട്ടാണ് വരുന്നത്. 1000 അവിടെ ഫുൾ സ്റ്റോറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ 1000, പിന്നെ ഒരു സിംഗിൾ ഡോർ യൂണിറ്റ് ഇടാൻ ഇവിടെ എത്ര സ്ഥലമുണ്ട്, 150 കാണിക്കുന്നുണ്ട്. ഇതുപോലെ 8, 9, 2 യൂണിറ്റ്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഒരു ഓപ്പൺ വോൾ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 4 വീണ്ടും 4 എന്ന് പറയുന്നതും GTPT യൂണിറ്റാണ്. ഇവിടെ ഒരു ചെറിയ GTPT യൂണിറ്റാണ്. ഇത് മാറ്റിയിട്ട് വേണമെങ്കിൽ സ്റ്റോറേജ് ആക്കാം. 4 വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ GTPT യൂണിറ്റ് തന്നെ. 4 വീണ്ടും GTPT യൂണിറ്റ്. 7 വീണ്ടും സ്റ്റോറേജ് യൂണിറ്റ്. ഓക്കെ, അപ്പം ഇതിനകത്ത് സോളിഡ് വെർഷൻ ഈ യൂണിറ്റ്സുകൾ ഇപ്പം നമ്മളിപ്പോൾ മാറ്റിയ യൂണിറ്റ്, ഈ യൂണിറ്റ് ഡിഫോൾട്ടായിട്ട് വന്ന് കിടക്കുന്നത് 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. അതായത് ഞങ്ങൾക്ക് 1, 2, 3, 4, 5, 6 ടൈപ്പ് ഓഫ് മോഡ്യൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ കാറ്റഗറി ഉണ്ട്. ഇത് ബോഡിയും ഡോറും 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബോഡിയും ഡോറും 202 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ബോഡി 202 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഡോർ വന്നിട്ട് GI. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ബോഡി ഫുള്ള് GI, ഡോർ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അത് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് മോഡൽ. 90% GI, 10% സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ എവിടേക്കാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ഹിഞ്ചസ് എല്ലാം 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. ഇൻബിൽട്ട് ഡ്രോയർ എന്നുള്ള കൺസെപ്റ്റ് ഞാൻ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് സാറിന്. ഇൻബിൽട്ട് ഡ്രോയർ എന്നുള്ള കൺസെപ്റ്റിലുള്ള ഡ്രോയറുകളെല്ലാം ഇതുണ്ട്. ഇതുപോലെ ഇൻബിൽട്ട് കൺസെപ്റ്റ് ആണ് കസ്റ്റമർ ചൂസ് ചെയ്യുന്നതെങ്കിൽ. ഇപ്പം നമ്മുടെ ഇതിനകത്ത് ഞാൻ ഇൻബിൽട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന എല്ലാ ഹിഞ്ചസ് 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. അതേപോലെ തന്നെ ലെഗ് കവർ ചെയ്യുന്ന സ്കേർട്ടിങ് 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും. 90% GI പ്ലസ് 10% സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ പ്രോഡക്റ്റിന് 15 ഇയർ വാറണ്ടി ഉണ്ട്, 15 വർഷം വാറണ്ടി ഉണ്ട്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മേളിലെല്ലാം വീണ്ടും കോട്ടിങ് കൊടുക്കാം. അതും ഈ മെറ്റാലിക് കോട്ടിങ് ഒക്കെ കൊടുക്കാവുന്ന ഞങ്ങളുടെ കമ്പനിക്ക് തന്നെ പെയിന്റിങ് പ്ലാന്റ് ഉണ്ട്. അപ്പം ഏറ്റവും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പൗഡർ കോട്ടിങ്ങിൽ തന്നെ PULER എന്ന അങ്ങനെ ഒരു കോട്ടിംഗ് ഉണ്ട്. അതായത് ഇതാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് കോട്ടിംഗ്, പുൽവർക്ക് കോട്ടിംഗ്, പുൽവർക്ക് പൗഡർ കോട്ടിംഗ്. ഇതൊരു കമ്പനിയാണ്. ഇത് കുറച്ചും കൂടെ ഈ പറഞ്ഞ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ സാധനമാണ്. മെറ്റാലിക് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പല കളറുകളുണ്ട്. അത് ഞാൻ സാറിന് അടുത്തതിനകത്ത് ഡീറ്റെയിൽഡ് പറയാം. പിന്നെ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന സാധനമാണ് ഈ ഗാലി എന്ന് പറഞ്ഞ സീരീസ്. ഗാലി വരുമ്പോൾ 100%
GI ആയിരിക്കും. അതിൻ്റെ സ്ലൈഡേഴ്സ് എല്ലാം 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കത്തില്ല. സ്കേർട്ടിങ്സ് ഡിഫോൾട്ടായിട്ട് കാണത്തില്ല. നമുക്ക് വീണ്ടും പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാല്യൂ ആഡ് ചെയ്ത് അതിന് നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെക്കൻഡ് കിച്ചണിനകത്ത് ഒരു സ്റ്റോറേജ് എന്നുള്ള കൺസെപ്റ്റിലായതുകൊണ്ട് നോർമലി ബഡ്ജറ്റ് ഒന്നും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയും കൂടെയാണ് ഗാലി സീരീസ് അവിടെ ചൂസ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മേളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് സിസ്റ്റത്തിൽ തന്നെ അതിൻ്റെ പ്രൈസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇതാണ് ഈ കസ്റ്റമർ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറിന് പ്രോഡക്റ്റ് കാണിക്കുക, അത് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഫ്രണ്ട് ഇരുത്തിക്കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യുക, അവിടെ നിന്ന് തന്നെ അവർക്ക് ആവശ്യമുള്ള മോഡ്യൂൾസ് ഏതാണെന്നുള്ളത് ഫൈനലൈസ് ചെയ്ത് ആ ഡിസൈൻ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് ചില മോഡ്യൂൾസുകളൊക്കെ നമ്മൾ മെഷർമെൻറ്റ് വൈസ് കറക്റ്റ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. പക്ഷെ അത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നും കൂടെ പ്രൈസസ് നോക്കി ചെക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാറിന് ഇതുപോലെ ഇതുണ്ടോ, ഇപ്പം ഇതുപോലെ ഇതിനകത്ത് തന്നെ ജനറേറ്റ് ചെയ്ത് വരും. ഇതുപോലെ തന്നെ ഇതിൻ്റെ പ്രിവ്യൂവ്, മേളിൽ നിന്നുള്ള വ്യൂവ്, ഓരോ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഇങ്ങനെ ഓരോ ഇതിൽ വോളിലോട്ടുള്ളത്, പിന്നെ ഓരോ യൂണിറ്റിൻ്റെ പ്രൈസിങ് ഇങ്ങനെ സെപ്പറേറ്റ് കാണും. അപ്പം ഞങ്ങൾ തന്നെ ഡീലർ പോയിന്റ് എന്നാ എന്ന് പറഞ്ഞാൽ ഇവിടെ കസ്റ്റമർ ഓൾട്രേഷൻ പറയുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ പ്രോഡക്റ്റുകളൊന്നും ഇതിനകത്ത് അപ്ഡേറ്റ് ആകില്ല. അപ്പം ഈ പ്രൈസ് ലിസ്റ്റ് നമ്മൾ ഗൂഗിൾ ഷീറ്റിനകത്ത് ഉണ്ടാക്കിയിട്ട് അതായിരിക്കും കസ്റ്റമറിന് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കസ്റ്റമർ ഒരു മോഡ്യൂൾ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പോയി ഈ ഡിസൈനിൽ മാറ്റി സ്റ്റോർ ചെയ്ത് വീണ്ടും വേണം ഇത് ജനറേറ്റ് ചെയ്യണം. അപ്പം അതിന് ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു എക്സൽ ഷീറ്റിൽ ഉണ്ടാക്കിയിട്ട് അതായിരിക്കും കസ്റ്റമറിന് ഷെയർ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് സാറിന് എലാബറേറ്റ് ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ സാറേ, താങ്ക് യു.